അടിപൊളി ഓട്ട് നിറച്ച മീനായി. ഇങ്ങനെ ഒരു ഷാർക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വാലയൊക്കെ കിട്ടിയാണ്ട കടൽപ്പാമ്പ് മേലെ കൂടി എഴഞ്ഞു പോണ ഒരു കാഴ്ച നോക്കിയേ. ഇതെന്താണ് സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയ കൂട്ടുകാരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയട്ടാ. ഹലോ മച്ചാമാരെ, നമ്മുടെ 4ാം ദിവസത്തെ മീൻപിടുത്തത്തിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന കൂട്ടർ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ വല കയറുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ ബോർഡൊക്കെ മാറ്റിയേട്ടാ. വേറെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് പഴയ ബോർഡൊക്കെ വെച്ച് അപ്പോൾ കഴിഞ്ഞ വലയിലൊക്കെ നമ്മുടെ പുതിയ ബോർഡ് വെച്ച് വലിച്ചിട്ട് മീനും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 പുള്ളിക്ക് മീൻ കയറുന്ന ഒരു അടിപൊളി കാഴ്ചയും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിണ്ണം കാഴ്ച വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മുടെ വല പിടിച്ച് തരുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അങ്ങനത്തെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ ഒരു ചൂളമരത്തിൻ്റെ ചെറിയൊരു കഷ്ണം അല്ലെങ്കിൽ ഒരു ചില്ല വന്ന് അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ ഒരു വെള്ള സംഭവമുണ്ട്. ഇതൊരു മീനിൻ്റെ മുട്ടയാണ്. എന്ത് മീനിൻ്റെ മുട്ടയാണെന്ന് ഞാൻ ഇതിന് മുന്നേക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേ. വെള്ള കളറിൽ ഇങ്ങനെ ഒരു പളുങ്ക് പോലെ അല്ലെങ്കിൽ ഒരു ജെല്ല് പോലെ നിറച്ചിങ്ങനെ ഇട്ട് വെച്ചേക്കണ ഒരു കാഴ്ച ഉണ്ടാ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാട്ടോ സംഭവം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ നിറച്ചിങ്ങനെ പിടിച്ചേക്കാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞത് വീണ്ടും നമ്മുടെ വല പിടിച്ച് കയറ്റാണ്. വെയിറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് മട വേഗത്തിൽ കയറ്റേണ്ട. അപ്പോൾ കയറി വരുമ്പോൾ ബാക്കി എന്തൊക്കെ മീനാണ് കിട്ടാൻ പോകണമെന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ബോട്ടിൻ്റെ സെൻട്രൽ ലൈൻ പിടിച്ചപ്പോൾ നല്ല ലോഡ് വന്നു തുടങ്ങി കേട്ടാ. ചെറിയൊരു ടൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. ചേട്ടൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് ആകെ ബോട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമുള്ളൂ മലയാളികളട്ടാ. അങ്ങനെ ഈ ഒരു സമയം ഒരു പാമ്പും കൂട്ടം നമ്മുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ ഓടിപ്പോവുകയാണ്. അവൻ ഇത്തിരി അവശതയാണ്. പക്ഷേ ഇവന്മാരൊക്കെ നമുക്ക് അധികം അടുത്തൊന്നും പിടിച്ചൊന്നും കളിക്കാനൊന്നും പറ്റില്ല. ഇവന്മാർ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇവന്മാർ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും കേട്ടോ. അത്രയ്ക്കും വിഷമാണ് കടൽ പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നല്ല വിഷം എന്ന് പറഞ്ഞാൽ ഉഗ്ര വിഷമുള്ള പാമ്പുകളാണ് ഇതെല്ലാം. അങ്ങനെ നമ്മുടെ വല കയറി വരുമ്പോൾ ആദ്യം ഒരു നെയ്മീനെ കിട്ടി നമ്മുടെ വലയിൽ. അങ്ങനെ വല ശരിക്കും അടിയിലോട്ട് കുത്തി കിടക്കേണ്ട. അപ്പോൾ നെയ്മീൻ മാത്രമല്ല ഉണ്ണിമേരിയും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ബാക്കി എന്തൊക്കെ മീനാണ് കയറി വന്നതെന്ന് നമുക്ക് നോക്കാട്ടാ. ലോഡ് ആഹാ.
അങ്ങനെ ആദ്യത്തെ ഒരു പുള്ളി മീൻ കിട്ടി. അപ്പോൾ എന്താണ് കോടൻ്റെ വീണ്ടും വെള്ളത്തിലോട്ട് ഇടണത്. അങ്ങനത്തെ സംഭവം നമ്മൾ 2 പുള്ളിക്കാണ് മീൻ എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ പുള്ളി മീൻ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ മീൻ ഇടിച്ചിറക്കി ബാക്കിയൊന്ന് ബാലൻസ് രണ്ടാമത്തെ പുള്ളി കയറ്റണം. അതാണ് 2 പുള്ളി, 1 പുള്ളി 2 പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഈ കോടനിൽ മീനിൻ്റെ കണക്കിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവിനെ പറയണ പേരാണ് കേട്ടോ. അത് കടലിൽ പോണ രീതിയിൽ ആ ഒരു പറയണ രീതിയാണ് പുള്ളിക്കണക്ക് എന്ന് പറയും. 1 പുള്ളി മീൻ 2 പുള്ളി മീൻ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പുള്ളി മീൻ പൊട്ടിച്ചിരുന്ന ഒരു കാഴ്ചയായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയണം, തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമ്മൾ അതും മാറ്റി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് കിടിലൻ വീഡിയോസൊക്കെ എത്തിക്കോട്ടെ. നല്ല പെട്ടക്കണ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഉണ്ണിമേരിയും തിരിയാനൊക്കെയാണ് നമുക്ക് കൂടുതൽ കിട്ടിയേക്കണം. ഏറ്റവും കൂടുതലുള്ള ഇപ്പോൾ തിരിയാനും അയിലയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വേഗം തന്നെ തിരിഞ്ഞ് മീനൊക്കെ മാറണ ഒരു കാഴ്ചയാണ് ബോക്സിലോട്ട്. അങ്ങനെ കിട്ടിയ മീനൊക്കെ വേഗം ഓരോ ബോക്സിലോട്ടാക്കി തിരിഞ്ഞ് മാറ്റണം. അയിലയും തിരിയാനൊക്കെ ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുക്കാനുള്ള കാഴ്ചയും കാര്യങ്ങളും കാട്ടിത്തരാം. പിന്നെ നേരെ സ്റ്റോറിലോട്ട് ഇറക്കോട്ടാ. അങ്ങനെ കാലത്ത് തന്നെ 2 പുള്ളിക്ക് കയറിയ മീനൊക്കെ വേഗം തന്നെ തിരിഞ്ഞ് മാറ്റി തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും ഒരു മീനിൻ്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ടാണ്. ഇതിന് മുന്നത്തെ ദിവസങ്ങളിൽ ഈ എല്ലാം പണി വളരെ മോശവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിചാരിച്ച പോലെ നിങ്ങളിലോട്ട് നല്ല മീനും കാര്യങ്ങളൊക്കെ അധികം കാണിക്കാൻ പറ്റില്ല. കാണിച്ചിരുന്നാൽ പോലും കുറച്ചൊക്കെയാണ് കാണിച്ചത്. നമുക്ക് ഈ പ്രാവശ്യം ഇത്തിരി കൂടുതലായിട്ട് മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ച വീഡിയോ നിങ്ങൾ അവസാനം പറയാൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പറയണം, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അങ്ങനെ ഇതിനാണ് കൊഴിയാള തിരിയാൻ എന്നൊക്കെ പല നാട്ടിലും പല പേരാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനെ പറഞ്ഞ പേരൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ. അടുത്ത വേവി അങ്ങനെ അവസാനത്തെ കുറച്ച് മീനിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായത്. അപ്പോൾ വെള്ളം അടിച്ച് സ്രാങ്ക് തന്നെ വേഗം കഴുകി എടുക്കാൻ കേട്ടോ. ഈ മീനിൽ ചെളി ഉണ്ടാവും, മണ്ണും എല്ലാം കൂടിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ അതിന് വേണ്ടി മീനൊക്കെ തിരിഞ്ഞ് മാറ്റി കൊടുക്കണം. വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിന് ഏകദേശം ഒരു 50% പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തടുത്തങ്ങാടും ഈ സൈഡിലോട്ടൊക്കെ ആയിട്ട് മാറ്റി മീനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇടുന്നതനുസരിച്ച് ഓസിൽ വെള്ളം അടിച്ച് നന്നായിട്ട് മീൻ കഴുകി എടുക്കാൻ കേട്ടോ.
തിരിഞ്ഞുകൊണ്ടിരുന്നവരെല്ലാവരും എണീറ്റ് മാറിയതേ ഇപ്പം ഷവലിന് കോരാണ്. അത് ഒരെണ്ണം മീൻ മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിയേണ്ട ആവശ്യം വരില്ല. പകരം പണി വേഗം നടക്കാൻ വേണ്ടി ഷവൽ ഉപയോഗിച്ച് വേഗം ബോക്സിലോട്ട് നിറക്കും. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 4, 5, 6 പിന്നെ അതിന് മേലെ എണ്ണം മീനുകൾ ഒരുമിച്ചൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് തിരിഞ്ഞ് മാറ്റലും അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ ഈ ഒരു പണി ഇത്തിരിയും കൂടി എളുപ്പമുണ്ട്. അത് ഒറ്റ എണ്ണം മീൻ അല്ലെങ്കിൽ 2 എണ്ണം മീനൊക്കെ വരുമ്പോൾ വേഗം നമുക്ക് ഷവൽ ഉപയോഗിച്ച് മീൻ തിരിഞ്ഞ് മാറ്റാൻ പറ്റോട്ടാ. പണിയും കാര്യങ്ങളും കൂടുതൽ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സഹായിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിൽ മെയിനായിട്ട് കറിയും കാര്യങ്ങളൊക്കെ വെക്കണ ബായാണ്. ബായിൻ്റെ ഇവിടെ നിന്ന് വേഗം മീനൊക്കെ ഷവലിൽ കോരി ബോക്സിലോട്ട് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ 2 പുള്ളിക്ക് കിട്ടിയ മീൻ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി തിരിഞ്ഞ മീനൊക്കെ അതേ ഇവിടെ ബോക്സിലോട്ടൊക്കെ കേക്കാണ്. ഇനി നമുക്ക് നേരെ സ്റ്റോറിലോട്ട് പോകട്ടാ. സ്റ്റോറിൽ ചെന്നപ്പോൾ മീൻ എല്ലാവരും ബോക്സിലോട്ട് നല്ലതുപോലെ ഐസൊക്കെ ഇട്ട സെറ്റാക്കി അങ്ങോട്ട് ഐസ് ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് നേരം ആളും കൂടി ഇരുന്നോളും, കേടും കാര്യങ്ങളൊന്നും വരാണ്ട് ഉടയാണ്ടൊക്കെ ഇരുന്നോളും ബോക്സിൽ ഐസ് ചെയ്യുമ്പോട്ടാ. നല്ലതുപോലെ ഐസൊക്കെ ഇട്ട് കൈ കൊണ്ട് ശരിക്കും ഐസിൽ അങ്ങോട്ട് മീൻ സെറ്റാക്കി വെക്കണ ഒരു കാഴ്ചയാണ്. അങ്ങനെ കാലത്തെ വലയിലെ മീനുകളെല്ലാവരും നമ്മൾ സ്റ്റോർ റൂമിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. മൊത്തം മട്ടി അട്ടിയായിട്ട് വെച്ചേക്കണം. ഇനി ഇതെല്ലാവരും ഐസ് ചെയ്യണം കേട്ടോ. അതിനാണ് ഇതിനുള്ള പരിപാടി. ഇതേ കണ്ട ഇങ്ങനെ അങ്ങറ്റം വരെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വലിച്ച് 2 ബോക്സ് വെച്ച് വലിച്ചാണ് ഇവിടെ നമ്മുടെ ബായ് ഐസ് ചെയ്യാനായിട്ടാ. നെയ്മീൻ്റെ ഇവിടെ ബോക്സിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഐസ് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിലങ്ങോട്ട് കിടന്നോളും. അപ്പോൾ ആ ഒരു ഇതിൽ നെയ്മീനൂടെ വെള്ളത്തിൽ മുക്കിയിട്ടൊക്കെ കേട്ടാ. അപ്പോൾ ഇതാണ് സോജനാണ് ചില സമയത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ചു തന്നെ കേട്ടാ. അങ്ങനെ ഏകദേശം നമ്മുടെ സ്റ്റോറിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിയാറായി. അതായത് ഐസും കാര്യങ്ങളൊക്കെ ഇട്ട് മീനൊക്കെ നല്ലതുപോലെ ഐസ് ചെയ്ത്. അപ്പോൾ ഈ ഐസൊക്കെ പൊട്ടിച്ച് എവിടെ വരെ എത്തിയതുള്ള കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഐസ് പൊട്ടിക്കണ റൂം കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് ഐസ് പൊട്ടിക്കണ നമ്മുടെ റൂം. കഴിഞ്ഞ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ ഇതാണ് സനിലണ്ണൻ. അപ്പോൾ അണ്ണനാണ് ഇത് ഇവിടെ ഐസൊക്കെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റോറിൽ നിന്ന് ഐസ് ഇങ്ങനെ എടുത്തിട്ട് നേരെ മീനിലോട്ട്
ഐസ് ചെയ്യണ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ബായിയാണ് ഐസൊക്കെ ചെയ്യണത്, സല്ലാണ് ഇങ്ങനെ ഐസ് പൊടിച്ചൊക്കെ കൊടുക്കും. ഇനി നമുക്ക് ബോട്ടിൻ്റെ മുകളിലോട്ട് കയറാം. മുകളിൽ നല്ല അടിപൊളി പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആനക്കൊഴുവ ക്ലീൻ ചെയ്യണ ഒരു കാഴ്ചയാണ്. ആനക്കൊഴുവ വറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് മുകളിൽ മുറക്ക് നടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റോറിലെ ഏകദേശം കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചെന്ന്. ഇനി നമുക്ക് നേരെ ബോട്ടിൻ്റെ മേലെ ചെല്ലാണ്ട് അവിടെ ചെന്നിട്ട് എന്താണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാട്ടാ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഇതേ ആനക്കൊഴുവ വെട്ടി ക്ലീനാക്കി എടുക്കുകയാണ്. മെയിനായിട്ട് ഇത് വറുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ തലയും കാര്യങ്ങളും കുടലും വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ വാൽഭാഗത്ത് അതും കൂടി അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കളഞ്ഞ് വാലും കൂടി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞൊരു കാഴ്ചയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ ആനക്കൊഴുവിനെ പറഞ്ഞ പേരൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോട്ടെ. ഇവിടെ ആനക്കൊഴുവ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. പല നാട്ടിലും പല പേരുകളായിരിക്കും ഓരോ മീനുകൾക്കും വരുന്നത്. അങ്ങനെ നമ്മുടെ ആനക്കൊഴുവ മീനൊക്കെ നന്നായിട്ട് വെട്ടി തലയും വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണ ഒരു കാഴ്ചയുണ്ട്. നല്ല പളുങ്ക് പോലെ വെളുത്തിട്ടുണ്ട്. ഇനി ഇവനത് ഒന്നും കൂടി നല്ല വെള്ളത്തിൽ കൂടെയാണ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഇവിടെ ചാമ്പോയിപ്പുണ്ട്. അപ്പോൾ ചാമ്പോയിപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ബായ് പയ്യൻ മീനും കൊണ്ട് നേരെ അടുക്കളയിലോട്ട് കയറാൻ. അടുക്കളയിൽ കയറി അങ്ങോട്ട് മീനിൽ ആനക്കൊഴുവയിൽ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് അതങ്ങോട്ട് വറുക്കാൻ വേണ്ടി പോവുകയാണ് എണ്ണയിൽ. അപ്പം അതിന് വേണ്ടി മസാല ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അങ്ങാട് മറിച്ചൊക്കെ ആ മസാലയൊക്കെ ശരിക്കും ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. പിന്നെ നേരെ അങ്ങോട്ട് എണ്ണയിൽ അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണയിൽ ഒരു മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ പുള്ളി അതവിടെ വെക്കും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പയ്യെ വറുക്കുള്ളൂ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഗ്യാസിൽ കത്തിച്ച് നേരെ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം മീൻ വറുത്ത എണ്ണ അപ്പോൾ അതിനകത്ത് തന്നെ ഇന്നും നമ്മൾ വറുക്കണം. നേരെ മീനിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മണം ഈ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന തന്നെ ആനക്കൊഴുവ മൊരുതി തോട്ടങ്ങുമ്പോൾ തന്നെ മൂക്കിലോട്ട് കയറും. അപ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ തോന്നിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ആദ്യത്തെ ഒരു കയ്യിൽ കഴിഞ്ഞത് രണ്ടാമത്തെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കേണ്ട. അങ്ങനെ ആനക്കൊഴുവ ഏകദേശം എല്ലാനും വറുത്ത് കോരി എടുത്തിട്ടാ. ഇനി ചൂടൻ ചോറിൻ്റെ കൂടെ ഇത് അങ്ങോട്ട് പിടിച്ചാൽ മതി. ഈ ഒരു സമയത്ത് നമ്മുടെ ബോട്ട് ആങ്കറിൽ കിടക്കുകയാണ്. ഇനി വൈകുന്നേരമാണ് നമ്മൾ ആങ്കറിൽ നിന്ന് എടുത്തിട്ട് വലയും കാര്യങ്ങളൊക്കെ ഇടുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ചോറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ആവശ്യത്തിന് ചോറ് നമുക്കിവിടെ നിന്ന് കോരി എടുക്കാം. അതിന് കയ്യിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും വിശക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടാനുസാരം ചോറൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ പരിപ്പ് കറി ഉണ്ട്. കുറച്ച് പരിപ്പ് കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് കൂടുതൽ ആനക്കൊഴുവ എടുക്കുക. അത് ഇഷ്ടാനുസരണം എടുക്കുക ഇത്രയും അളവൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരു മീഡിയത്തിൽ എടുക്കും. ഞാനും എടുക്കും. നല്ല കറുമുറ കടിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. ആ പരിപ്പ് കറിയിൽ ആ ചോറന്ന് അങ്ങോട്ടൊന്ന് കുഴച്ചിട്ട് കഴിക്കുക. എന്നിട്ട് ആനക്കൊഴുവ എടുത്തിട്ട് 2 കടി അടിക്കുക. പ്രത്യേക ടേസ്റ്റാണ് പരിപ്പ് കറി ആണെങ്കിൽ നല്ല അടിപൊളി പരിപ്പ് കറിയാണ് ഭായിമാർ വെക്കണ കറി വേറെ ലെവലാണ്. പരിപ്പ് കറിയും കൂട്ടി കഴിച്ചിട്ട് ഒരു കടിയാൽ 2 കടി ആനക്കൊഴുവ അടിക്കുമ്പോൾ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട. അത്രക്കും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റാണ്. അങ്ങനെ വൈകുന്നേരം സമയത്ത് രണ്ടാമത്തെ വല സോജം കോടൻ്റെയും കാര്യങ്ങളൊക്കെ എടുത്ത് കടലിലോട്ടിട്ട് അങ്ങനെ വല പോണൊരു കാഴ്ചയാണ്.
വൈകുന്നേരത്തെ വലയും കാര്യങ്ങളും മൊത്തമായിട്ട് വിട്ട് കഴിഞ്ഞ് ഇനി രാത്രി ആകുമ്പോഴേക്കും, അതായത് ഒരു സന്ധ്യ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വല പിടിച്ച് കയറ്റും. ഇപ്പോൾ മൊത്തമായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞ് വീഞ്ചിന്ന് വയർ റോപ്പ് ഇളക്കി വിടുകയാണ്. വയർ റോപ്പ് മൊത്തത്തിൽ ഇളക്കി ഒരു അളവുണ്ട്, അത് 2 സൈഡും ഈക്വലായി കഴിയുമ്പോൾ ഇങ്ങനെ ടൈറ്റ് അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് നിർത്തും വീഞ്ചി. പിന്നെ ഇനി നേരെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വറ്റ എടുത്തിട്ടുണ്ട്. ഇവിടെ ബായി കത്തിക്ക് മൂർച്ചയൊക്കെ ഒക്കെയാണ് വറ്റ വെട്ടാൻ വേണ്ടി. അപ്പോൾ അതിന് കത്രിയൊക്കെ അതിൻ്റെ സൈഡിൽ ആ ചിറകും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ കത്തി വെച്ചിട്ട് മുറിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു നെയ്മീൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വലയിൽ കിട്ടിയ നെയ്മീനാണ് എടുത്തേക്കണത്. പിന്നെ കത്തി കൊണ്ട് അതിൻ്റെ വാലും ഭാവമൊക്കെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കളയാണ്. മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തൊട്ടടുത്തത് ബോട്ട് വല വലിച്ച് പോകുന്നൊരു കാഴ്ച കേട്ടാ. ഇവിടെ മീൻ വെട്ടും കാര്യങ്ങളും മുറക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാട്ടി തന്നാണ്. അങ്ങനെ വറ്റയും കാര്യങ്ങളും വെട്ടിത്തീർന്നപ്പോൾ നെയ്മീൻ എടുത്തിട്ടുണ്ടാ. നല്ല പച്ച മീനാണ്. ആ കഷ്ണം തന്നെ വേണ്ട, ആ വെട്ടി മുറിച്ചിടുമ്പോൾ എന്താ ഭംഗി. നല്ലതുപോലെ നല്ല വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടാക്കി അരിഞ്ഞെടുക്കേണ്ട. അങ്ങനെ ഏകദേശം നമ്മുടെ നെയ്മീനും വെട്ടിക്കഴിഞ്ഞ് ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ നേരെ കടലിലോട്ട് കളയണം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി കേട്ടാ. അങ്ങനെ വെട്ടിയ നമ്മുടെ നെയ്മീനും വറ്റയൊക്കെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വറ്റക്കറിയാണ് നമുക്കിന്ന് വൈകുന്നേരത്തെ പരിപാടി. വറ്റക്കറി എന്ന് പറയാൻ പറ്റില്ല, നെയ്മീനും വറ്റയും കൂടെ ഉള്ള ഒരു കിടിലൻ മീൻ കറി. അപ്പോൾ അതാണ് ഇനി ബായ് റെഡിയാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ശരിക്കും കഴുകി നേരെ അടുക്കളയിലോട്ട് കയറുകയാണ്. അടുക്കളയിൽ കയറിയ പാടെ തന്നെ നമ്മുടെ വലിയൊരു കല്ലോടുത്ത് നേരെ ഗ്യാസിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കേണ്ട. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണയും കാര്യങ്ങളും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കറി വെക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിനകത്തോട്ട് സവാളയും പച്ചമുളകും കാര്യങ്ങളും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്ത് തട്ടിക്കൂട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കാൻ വേണ്ടി പോവേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊടുക്കുന്നുണ്ട്. ഇനി ശരിക്കും ഇതങ്ങോട്ട് വയറ്റിയെടുത്താൽ മാത്രം മതി. ഇനി മീൻ കറിക്ക് ആവശ്യമുള്ള പൊടിക്കൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പിന്നെ മീൻ മസാല, അതെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് കറി നല്ല അടിപൊളി ഉഷാറാക്കാൻ വേണ്ടി പോകണ ഒരു കാഴ്ചയാണ്. ശരിക്കും അങ്ങോട്ട് അടുക്കി പിടിക്കാൻ നല്ലതുപോലെ അങ്ങനെ ഇളക്കി റെഡിയാക്കി എടുക്കേണ്ട ബായ്. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഇവർ കുടംപുളി അല്ല ചേർക്കേണ്ടത്, പുളിവെള്ളം ഉണ്ടോ, വാളമ്പുള്ളിയുടെ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുക്കേണ്ട. ഇതിനകത്തോട്ട് ഇനി പച്ച മീൻ കഴുകി വെച്ച വറ്റയും നെയ്മീനും കൂടി ഇങ്ങനെ തിളക്കണം മീൻ കറിയിലോട്ട്. ചാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മണം അങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ച് അങ്ങോട്ട് കയറും. എൻ്റെ പൊന്നെ, അപ്പം തന്നെ നമുക്ക് കഴിക്കാമെന്ന് കേട്ടോ. കാരണം ഇങ്ങനെ കുടുകുടൂന്നും പറഞ്ഞ് ഇങ്ങനെ തിളച്ച് വേണ ചാറ് കണ്ട, അതിനകത്താണ് ഈ മീൻ കിടക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവും. അങ്ങനെ ഏകദേശം നമ്മുടെ മീൻ കറി റെഡി ആവാറായി. അങ്ങനെ മീൻ കഷ്ണവും കാര്യങ്ങളൊക്കെ മുക്കി അങ്ങോട്ട് കയ്യിൽ നിന്ന് കൊടുത്തിട്ട് ഇനി മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാൻ പോവേണ്ട. അപ്പോൾ ഈ സമയം നമ്മുടെ ബോട്ടിൽ എല്ലാവരും സിനിമയും കാര്യങ്ങളൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങേണ്ട. പിന്നെ നമ്മുടെ കറി തുറക്കുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അപ്പോൾ ഞാൻ ഇവിടെ അടുക്കളയിൽ ഇരിക്കുകയാണ് മീൻ കറി റെഡി ആവണമെന്ന് നോക്കിയിട്ട്. അപ്പോൾ ബായ് ഇവിടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. മീൻ കറി വെന്ത് പോയാൽ പണി വാളും. അതിനെ തുറക്കാൻ വേണ്ടി പോകണം. തുറക്കുമ്പോൾ കുടുകുടൂന്നും പറഞ്ഞിങ്ങനെ
തിളക്കേണ്ട നല്ലൊരു മണം, അടിപൊളി ഒരു മണം ഇങ്ങനെ മൂക്കിലോട്ടടിച്ച് കയറണേ. നിലവിൽ ഞാൻ കുറേ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഭായിമാരുടെ കറിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ വായുവശം മീൻ കറിയാണ്. നല്ല അടിപൊളി കറിയാണ്. അതൊന്നും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ശരിക്കും ഒന്ന് കറക്കി അങ്ങോട്ട് നിർത്തുന്ന സമയത്ത് നമ്മുടെ ബോട്ട് ലാസ്റ്റ് വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡ്രൈവറായിട്ട് വീഞ്ഞും കാര്യങ്ങളൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീഞ്ചിൽ വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറുകയാണ്. കപ്പിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് റോപ്പ് കയറ്റണം. ഇനി വയർ റോപ്പ് കയറി കഴിഞ്ഞാൽ റോപ്പ് കയറും, റോപ്പ് കയറി കഴിഞ്ഞാൽ ബോർഡ്, അങ്ങനെ കാര്യങ്ങൾ. വയർ റോപ്പ് കയറി ബോർഡ് കയറി ഇതേ റോപ്പും കയറുകയാണ്. കണ്ട റോപ്പും കൂടി ഇതാണ് സി കേട്ടോ. 3 ഇരുമ്പ് കഷ്ണത്തിൻ്റെ സി എന്നാണ് പറയണത്. അത് ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ സീയും കയറി ഇതേ റോപ്പും കാര്യങ്ങളൊക്കെ കയറി വരികയാണ്. ഇനി വല കയറുമ്പോൾ വല പിടിച്ച് അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇതേ അമരത്തെത്തി വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോട്ടാ. അങ്ങനെ രാത്രിത്തെ വല പിടിച്ച് കയറ്റുമ്പോൾ കോടൻ്റെയും കാര്യങ്ങളാണ് കേട്ടോ. വേറൊരു ബോട്ടിൻ്റെ വല പൊട്ടിപ്പോയിട്ട് കടലിൽ കിടന്ന്, അപ്പോൾ അതിൻ്റെ കോടൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് നേരെ വലിച്ച് വെക്കണ ഒരു കാഴ്ച കേട്ടോ. അത് കയറിയോണ്ട് നമുക്ക് വല പിടിച്ച് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വലിച്ച് വെച്ച് വീണ്ടും എല്ലാവരും കൂടി ചേർന്ന് വല പിടിച്ച് കയറ്റാണ്. വല പിടിച്ച് കയറ്റുമ്പോൾ അതിനനുസരിച്ച് റോപ്പും കാര്യങ്ങളും മാടി വെച്ച് ഫ്ലോട്ടൊക്കെ ഒതുക്കി വെച്ച് വെക്കുകയാണ്. നാളെയും വലയിടാനുള്ള രീതിയിൽ ഫ്ലോട്ടൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചത്. വല കയറി വരുമ്പോൾ വലയിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്. ഇനി വല മൊത്തമായിട്ട് കയറുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അപ്പോൾ കാലത്ത് വല വലിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ കൈവിടാണ്ട് നമ്മൾ വല വലിച്ച് കയറ്റേണ്ട. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വലയിൽ കിട്ടിയ മീനൊക്കെയാണ് ഈ കാണണം. നല്ല പെടക്കണ അയില, ആഗോലി, പിന്നെ മാച്ചാൻ. ആഗോലി എന്ന് പറഞ്ഞാൽ ഈ കറുത്താഗോലിനെ കേട്ടോ. മാച്ചാനെ തന്നെ പറയുന്ന പേരാണ്. വെള്ളാഗോലി കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വലിയൊരു സ്രാവ് കിട്ടി. ഈ സ്രാവിനെ കുറിച്ച് അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയട്ടെ. കണ്ടിട്ട് തന്നെ ഒരു പ്രത്യേക ഒരു രൂപം. ഞാൻ ഇങ്ങനത്തെ സ്രാവിനെയൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണിച്ചു തരണം. കണ്ട അപ്പോൾ ഈ സ്രാവിനെ നമ്മൾ നേരെ കടലിലോട്ട് തന്നെ കളഞ്ഞിട്ട് അത് നമ്മൾ എടുത്തില്ല. സ്രാവിനെ അധികം എടുക്കാറില്ല. പിന്നെ അതേ ആഗോലിയുണ്ട്, കറുത്താഗോലിയാണ് ഈ കാണുന്നത്. ബാക്കി മീനുകളൊക്കെ തിരിഞ്ഞ് മാറ്റുകയാണ്. പകൽ വലിച്ച വലനേക്കാളും രാത്രിത്തെ വല അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മീനുകളും കാര്യങ്ങളും കിട്ടിയെങ്കിൽ പോലും വിചാരിച്ചത്ര ചരക്കും കാര്യങ്ങളും കിട്ടിയില്ല. കാലത്തെ വലനാണ് നമുക്ക് കൂടുതൽ മീനൊക്കെ കിട്ടിയത്. പിന്നെ എല്ലാവരും കൂടി വേഗം മീനൊക്കെ തിരിഞ്ഞ് മാറ്റേണ്ട. അങ്ങനെ രാത്രിത്തെ വലയും കാര്യങ്ങളും കഴിഞ്ഞത് അയില, അതുപോലെ കുറച്ച് തിരിയാൻ, അങ്ങനെ കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തിരിഞ്ഞ് മാറ്റിയത് ഇവിടെ ബോക്സിലോട്ട് ആക്കേണ്ട.
അങ്ങനെ അപ്പോൾ അതുപോലെ വൈകുന്നേരത്തെ മീനും കാര്യങ്ങളൊക്കെ ഐസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോർ റൂമിലോട്ട് ഇറങ്ങി. അപ്പോൾ ആ ഐസൊക്കെ പൊട്ടിക്കുന്നത് സോജനാണ് കേട്ടോ. നമുക്ക് പണി വളരെ മോശവും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് പണി കിട്ടി തുടങ്ങിയത്, കാലത്തോട്ടാണ് പണി കിട്ടി തുടങ്ങിയത്. അപ്പോഴാണ് വീണ്ടും നമ്മൾ ഐസൊക്കെ പൊട്ടിച്ചു തുടങ്ങിയത്. പ്രിയനും സോജനും കൂടി ഇവിടെ ബാക്കി മീനും കാര്യങ്ങളൊക്കെ ബോക്സിലാക്കി ഐസ് ചെയ്യാണ്. പലരും ഇടുന്ന ഒരു കമൻറ്റ് ഉണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ കമൻറ്റിൽ ചോദിക്കണം, നിങ്ങൾ ബോട്ടിൽ മീൻ ഐസ് ചെയ്യുമ്പോൾ എന്ത് പൊടിയാണ് കെമിക്കലൊക്കെ ചേർക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രീതിയിൽ നമ്മൾ പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നമ്മൾ ബോട്ടിൽ മീൻ ഐസ് ചെയ്യുമ്പോൾ ഐസ് മാത്രം ഇടുകൊള്ളാണ്ട് അതിനകത്ത് വേറെ പൊടികളൊന്നും ചെയ്യൂല. മീൻ പഴകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള പോണ മീനൊക്കെ ഒന്നല്ലെങ്കിൽ കോഴിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയൊക്കെ ആയിട്ടൊക്കെയാണ് മീനുകൾ യൂസ് ചെയ്യണത്. നല്ല ഫ്രഷോടുള്ള മീൻ മാത്രമാണ് അത് നമ്മൾ കറിക്കും കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം കേട്ടോ. അത് ഹാർബറിൽ നോക്കിയെടുക്കുള്ളൂ. അപ്പോൾ അത് പല കൂട്ടുകാർക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. അങ്ങനെ ഇന്നത്തെ സ്റ്റോറിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വലക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി വല മൊത്തത്തിൽ വലിച്ചെടുത്തേക്കാണ്. കാരണം കാലത്ത് വലിച്ചപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരത്തെ വല വലിച്ചിട്ട് നമുക്ക് മീൻ കിട്ടില്ല? കാരണം വൈകുന്നേരം വലിക്കുമ്പോൾ കാലത്തേക്കാളും കൂടുതൽ കിട്ടേണ്ടതാണ്. ഒരു കണക്ക് പ്രകാരം അങ്ങനെ കിട്ടേണ്ടതാണ്. ഇനി വലക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട. അപ്പോൾ വല കുറച്ച് ചെറുതായിട്ട് കീറിയിട്ടൊക്കെ ഉണ്ടായി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വലയുടെ സൈഡൊക്കെ കീറിപ്പോയി. അങ്ങനെ ആ കീറിയ ഭാഗമൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും കൂടി തുന്നി പിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നന്നായിട്ട് കീറി. അപ്പോൾ കീറിയത് കൊണ്ടാണ് മീൻ നമുക്ക് വലക്കുള്ളിൽ കാണിക്കാതെ ആ കീറിയ വഴി കൂടി മീൻ ഇങ്ങനെ ചോർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കീറിയിട്ടുണ്ടായപ്പോൾ ആ കീറിയ ഭാഗമൊക്കെ ശരിക്കും എല്ലാവരും കൂടി ചേർന്നത് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടൊക്കെ നിന്ന് വലയൊക്കെ തുന്നി റെഡിയാക്കിയത് എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതേ പുട്ടും വറ്റക്കറിയുമാണ്. നല്ല അടിപൊളി വറ്റത് ഇവിടെ നിന്ന് നമ്മുടെ ഒരു എണ്ണം കഴിച്ച് കാണിക്കുകയാണ്. സൂപ്പറാണെന്നാണ് പറയുന്ന ആൾ. കേടാ 2 കഷ്ണം വറ്റയും പുട്ടുമാണ് ആളെടുത്തേക്കണത്. നമുക്ക് എപ്പോഴും ചോറൊന്നുമല്ല വൈകുന്നേരങ്ങളിൽ, പരമാവധി പൂരി ചപ്പാത്തി. ഇപ്പം ഇന്ന് നമുക്ക് പുട്ടാണ്. അങ്ങനെ ഏകദേശം ഉച്ചക്കാലത്ത് ആ മീൻ വറുത്ത കുറച്ചുണ്ടായിരുന്നു. പിന്നെ വറ്റക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനെന്തേ എല്ലാവരെ പോലെ അമരത്തൊക്കെ പോയിരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാഴ്ചകളും എല്ലാവരും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാതെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ വറുത്തത് ഒരു കടി അടിച്ചിട്ടുണ്ടല്ലോ, ആ ചാറും ആ പുട്ടും കൂടി അങ്ങനെ കുഴച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊക്കെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല അടിപൊളി എടുക്കാൻ വേണ്ടിയിട്ട് ടാറ്റാ.